നമ്മുടെ മോനോ മോളോ വണ്ടി എടുത്തുകൊണ്ട് പോയി, കുറച്ചു നേരമായി കണ്ടില്ല. അയ്യോ, എന്തു പറ്റി കാണും, ഫോണും എടുക്കുന്നില്ല, ഇനി വല്ല ആക്സിഡന്റ് വല്ലതും പറ്റി കാണും. ഇങ്ങനെ ആവശ്യമില്ലാതെ ഊഹിച്ച് നമ്മൾ ചിന്തിച്ച് മെന്റലി ഡൗൺ ആവുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഇതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് എന്താ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ കുറെ കാര്യങ്ങൾ നെഗറ്റീവ്ലി ഗസ് ചെയ്യും, എന്നിട്ട് അതോർത്ത് സങ്കടപ്പെട്ടിരിക്കും. അങ്ങനെങ്കിൽ ഒരു കുഞ്ഞു കിളിയുടെ കഥ പറഞ്ഞു തരട്ടെ. ആ കുഞ്ഞു കിളിയോട് അതിന്റെ അമ്മക്കിളി പറഞ്ഞു, കുഞ്ഞു കിളി, കിളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കഴിവാണ് ഇങ്ങനെ പറക്കുക എന്നുള്ളത്. അപ്പം നീയും പറക്കാൻ തുടങ്ങണം, ധൈര്യമായിട്ട് പറന്നോളൂ. പക്ഷേ കുഞ്ഞുകിളി അന്നേരം പറഞ്ഞു, അമ്മേ എനിക്ക് പേടിയാ അമ്മേ, ഞാൻ പറക്കുന്നു. ഈ പറന്നു കഴിയുമ്പം കാറ്റടിക്കുമ്പം ഞാൻ വീഴത്തില്ലേ താഴെ? അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ല, എത്രയോ കിളികൾ പറക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുഞ്ഞിക്കിളി, വീണ്ടും ഈ അമ്മ വന്ന് പറഞ്ഞു, കുഞ്ഞിക്കിളി പറക്ക്. അപ്പൊ വീണ്ടും 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 കുഞ്ഞിക്കിളി ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അമ്മേ, ഞാൻ ഇങ്ങനെ പറക്കുമ്പോഴായിരിക്കും വലിയൊരു പരുന്ത് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നേ. അങ്ങനെ ചിന്തിച്ച് ഈ കുഞ്ഞിക്കിളി എന്ത് ചെയ്തെന്നറിയാവോ? ഒരിക്കലും പറന്നില്ല. പെതിയെ എന്ത് സംഭവിച്ചു? കുഞ്ഞിക്കിളിയുടെ ചിറകിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു. അവസാനം പിന്നീട് പറക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും കുഞ്ഞിക്കിളിക്ക് പറക്കാൻ പറ്റിയില്ല. ഇങ്ങനെ തന്നെയാണ് ഓവർ തിങ്കിങ്ങിന്റെ ദൂഷ്യഫലങ്ങളും. എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. നമ്മുടെ കുഞ്ഞിക്കിളിക്ക് ഓവർ തിങ്കിങ് കാരണം എന്താണ് സംഭവിച്ചത്? അതിന് ഉള്ള വലിയൊരു കഴിവാണല്ലേ പറക്കുക എന്നുള്ളത്. പക്ഷെങ്കിൽ അതിന്റെ പേടി കാരണം, അതിന്റെ ഓവർ തിങ്കിങ് കാരണം ആ പറക്കുക എന്ന കഴിവ് പോലും ഇല്ലാണ്ടായി മാറി. കഴിവുകളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും അതിന് സാധിച്ചില്ല. രണ്ടാമതായിട്ട്, ഓവർ തിങ്കിങ് ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും മെന്റലി സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? എത്ര പോസിറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും ആ വ്യക്തി അതിന്റെ വേഴ്സ്റ്റ് കേസ് സിനോറിയോ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, കയ്യില് ചെറിയൊരു തടിപ്പ് വന്നു, ഉടനെ അയ്യോ ഇനി ക്യാൻസർ ആയിരിക്കോ? അത്രയും വേഴ്സ്റ്റ് കേസ് ആയിട്ടായിരിക്കും അവർ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം എപ്പോഴും അവർ മെന്റലി ഡൗൺ ആയിരിക്കും. പിന്നീട് അവർക്ക് യാതൊരു കോൺഫിഡൻസും ഉണ്ടാവുകയില്ല, എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും. ഇവഞ്ച്വലി ഇതൊരു ആങ്സൈറ്റിയിലേക്കോ ഡിപ്രഷനിലേക്കോ ഒക്കെ ഇവരെ വഴി നടക്കും. ഇനി നമ്മുടെ റിലേഷൻഷിപ്സിനെ ഈ ഓവർ തിങ്കിങ് ബാധിക്കുമോ? ബാധിക്കും. എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ ഒരു വ്യക്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അദ്ദേഹം ഒരു കമന്റ് പറയുന്നു. ഒരുപക്ഷെ അദ്ദേഹം വെറുതെ പറഞ്ഞതാവാം. ഈ ഓവർ തിങ്കിങ് ഉള്ള വ്യക്തി എന്ത് ചെയ്യുമെന്നറിയാം? ആ ഒരു കമന്റിനെ മനസ്സിലിട്ട് ചിന്തിച്ച് അവര് പോലും ചിന്തിക്കാത്ത ഡയമെൻഷൻസ് ഉണ്ടാക്കിയെടുക്കും. പിന്നീട് ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പോൾ പിന്നീട് നമ്മുടേതായ ചില മസാലകളും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. പിന്നീട് എന്ത് സംഭവിക്കും? പഴയ വൈരാഗ്യം തൊട്ട് നമ്മൾ എടുക്കും, അവരുടെ പഴയ ഡയലോഗുകൾ തൊട്ട് എടുക്കും. അന്ന് കുഴപ്പമില്ലാതിരുന്ന ഡയലോഗുകൾ ഈ ഓവർ തിങ്കിങ് കാരണം വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഓവർ തിങ്കിങ് വലിയൊരു വില്ലനാണ്. അതുകൊണ്ട് അവനെ നമുക്ക് ഫൈറ്റ് ചെയ്യണ്ടേ? അങ്ങനെയെങ്കിൽ എങ്ങനെ അവനെ ഓവർകം ചെയ്യാം? അടുത്ത വീഡിയോ വരുന്നുണ്ടേ.